ജീവിതം നശിപ്പിക്കരുത്. എഴുന്നേക്ക്. അഞ്ജിത എഴുന്നേൽക്കാനാ ഞാൻ പറഞ്ഞത്. ചേച്ചി ചേച്ചി എനിക്ക് ഋഷി എന്ന് വെച്ച ജീവന. അതുകൊണ്ടാ ഞാൻ അവന് വേണ്ടി ആത്മഹത്യക്ക് പോലും ശ്രമിച്ചത്. ഋഷി ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. ദയവ് ചെയ്ത് ഞങ്ങൾ വേറെ പിരിക്കരുത്. ഋഷി എന്നിൽ നിന്ന് തട്ടിപ്പറിക്കരുത്. ഋഷി എനിക്ക് നഷ്ടപ്പെട്ട ഇന്ന് ഞാൻ ഇവിടെ ആത്മഹത്യ ചെയ്യും. സകല ദൈവങ്ങളാണ് സത്യം. ഋഷി ഇല്ലാതെ നിനക്ക് ജീവിക്കാനാകുന്നില്ലെങ്കിൽ നീ ചാകുന്നത് തന്നെയാ നല്ലത്. അന്ന് നീ കെട്ടി തൂങ്ങി ചാകാൻ പോയപ്പോ നിന്നെ തടയാൻ പാടില്ലായിരുന്നു, നിന്നെ രക്ഷപ്പെടുത്താൻ പാടില്ലായിരുന്നു. നീ ചത്തു തൊലയിട്ടെന്ന് കരുതണമായിരുന്നു. എങ്കിൽ എനിക്ക് ഈ പാവം ദേവിക മോളെയും ഗോപികയും ചതിക്കേണ്ടി വരില്ലായിരുന്നു. എല്ലാത്തിനും കാരണം ഇവൾ ഒറ്റൊരുത്തിയ. നീ കാരണം എനിക്ക് ഗതി വന്നേ. നീ എന്റെ വയറ്റിൽ തന്നെ വന്ന് പിറന്നല്ലോ. നിർത്ത. ഗോപികയുടെ ജാതകം തിരുത്തിയത് പൊറുക്കാനാവാത്ത തെറ്റ് തന്നെയാ. അതിന് ഞാൻ നിങ്ങളോട് ഒരിക്കലും ക്ഷമിക്കില്ല. മോളെ, സത്യത്തിൽ ഞാനിപ്പോ വലിയ ധർമ്മസങ്കടത്തിലായി. ചെയ്യുന്നത് തെറ്റാണോ ശരിയാണോ എന്ന് പോലും എനിക്കറിയില്ല. എന്തായാലും ഞാൻ കാരണം ആരുടെ ശവം ഇവിടെ വീഴണ്ട. നിങ്ങൾ എന്റെ അനിയത്തിയുടെ ജീവിതം നശിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ഞാനായിട്ട് അഞ്ജിതയുടെ ആഗ്രഹത്തിന് വിലങ്ങ് തടിയാവുന്നില്ല. ഇതിനു മുൻപ് മുടങ്ങേണ്ടിയിരുന്ന ഈ കല്യാണം വളരെ പ്രയാസപ്പെട്ട ഞാൻ ശരിയാക്കി കൊണ്ടുവന്നത്. ഞാൻ തന്നെ ഇത് മുടക്കാൻ നിൽക്കുന്നില്ല. ജോത്സരെ, എന്തൊക്കെ പ്രലോഭനങ്ങൾ ഉണ്ടായാലും ഇനിമേൽ ഇതുപോലൊരു ചതി ഒരാളോട് പോലും കാണിക്കരുത്. സ്വന്തം മനസാക്ഷിയെങ്കിലും വഞ്ചിക്കരുത്. മുഹൂർത്തമായി കതിർ മണ്ഡപത്തിലേക്ക് പോവാൻ നോക്ക്.